എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രകാരം ഈ നെഗറ്റീവ് എനർജി വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങളാണെന്നുള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഒരു എനർജി വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സംഗതി എന്താ പറയുക, നമ്മളിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് പറ്റാത്ത ഭക്ഷണം കഴിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് സാധാരണ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ടാവുന്നത്. പക്ഷെ അങ്ങനെ ഒന്നും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. നോർമലായിട്ടുള്ള നമ്മൾ സാധാരണ ഭക്ഷണങ്ങളായിരിക്കും കഴിക്കുക. പക്ഷേ ഇതേപോലത്തെ എനർജി വന്ന് കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായൊരു സംഭ്രമം, അത് ഡൈജഷൻ ആവാത്ത പോലത്തെ ഒരു ഫീല്, ഒരു കട്ടിപ്പ്, അത്ര സാധനങ്ങൾ ഫീൽ ചെയ്യും. പിന്നെ ഭയങ്കര ഗ്യാസിൻ്റെ ഭയങ്കര പ്രശ്നങ്ങളായിരിക്കുള്ളൂ. ഇത് എന്താ പറയുക, നമ്മൾ വയറിങ്ങനെ വല്ലാതെ വീർത്ത് ഗ്യാസ് ഇങ്ങനെ നമ്മുടെ പുറത്തേക്കൂടെയൊക്കെ കയറി വരുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അതിനുള്ള മരുന്നുകൾ കഴിച്ചാലും ഇതിനൊരു കുറവ് പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നില്ല. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ സ്ഥായിയായിട്ട് നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള ബാധോപദ്രവങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഈ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കുള്ളൊരു പ്രോബ്ലമാണ് പൈൽസിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം ഈ ബാധയുള്ള ആളുകൾക്ക്, മിക്കവാറും ആൾക്കാർക്ക്, ബാധ സ്ഥായിയായിട്ടുള്ള ആൾക്കാർക്ക്, മിക്കവാറും ആൾക്കാർക്ക് ഈ പൈൽസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ബാധനയൊക്കെ എടുത്ത് മാറ്റുമ്പോൾ അതിൽ നിന്നൊരു നല്ലൊരു ചേഞ്ച് അവർക്ക് കാണുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൈന്യൂട്ടായിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷനിൽ നിന്ന് കിട്ടിയേക്കുന്ന കാര്യമാണ്. എല്ലാ പൈൽസും എല്ലാ അതുപോലുള്ള അസുഖങ്ങളെല്ലാം ഇതുകൊണ്ടാണെന്ന് ഞാൻ പറയണില്ല. പക്ഷെ അതിൻ്റെ ഒരു സാധ്യത, ഒരു പൊട്ടൻഷ്യൽ, അങ്ങനെ ഒരു സംഭവം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്, ഈ ബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ, ബാധ നമ്മളെ ബ്ലാക്ക് മാജിക്ക് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഒരു 99% കേസുകളിലും കാണാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമാണ് അത് കഴുത്തിൻ്റെ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒതുങ്ങുന്നത്. പക്ഷേ മിക്കവാറും ആൾക്കാർക്ക് ഉദരസംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, ഗ്യാസ്ട്രിക്. നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വന്നേക്കണമെന്ന് വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മെഡിസിൻ മേടിച്ച് കഴിക്കും. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്, ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പ് കഴിക്കും. പക്ഷേ ഇതുകൊണ്ടാണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായാൽ നന്നായിരിക്കും. അപ്പോൾ ബാധ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കേണ്ട ഒരു ചാൻസ് അവിടെ വരും. നമുക്ക് ഡൗസിങ് റാഡ് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരാൾക്ക് നെഗറ്റീവ് എനർജി ബാധകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഡൗസിങ് റാഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. റാഡ് വെച്ചിട്ട് ഇപ്പോൾ ഒരാളുടെ ഫോട്ടോ അയച്ചു തന്നു കഴിഞ്ഞാൽ ആ ഫോട്ടോയിലേക്ക് നമ്മൾ റാഡ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കാണിക്കും, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കാണിക്കും. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. ഇതിപ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു റോഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ റോഡ് വെച്ചിട്ട് നെഗറ്റീവ് ഉണ്ടെന്ന് നമുക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെങ്ങനെ മാറ്റാമെന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് അതിനുള്ള മാർഗ്ഗങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നിട്ട് മാറില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ മറ്റുള്ള പൂജാ സംവിധാനങ്ങളോട്ട് പോകാം. അതല്ലെങ്കിൽ നമ്മുടെ ഹീലിംഗ്, മഹാകാളി ഹീലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ട്. അത്തരം മാർഗ്ഗങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ചോയ്സാണ്, അങ്ങനെ നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഗ്യാസ്ട്രിക് പ്രോബ്ലം സ്ഥായിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതേപോലെ തന്നെ മറ്റു പല അസുഖങ്ങളും ഉദരസംബന്ധമായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്കാരം.